തിരുവനന്തപുരം പാളയം മാർക്കറ്റിലെ അനധികൃത നിർമ്മാണങ്ങൾ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെത്തി പൊളിച്ചുമാറ്റി. പുതുതായി പണിത മാർക്കറ്റ് കെട്ടിടത്തിലെ പിഴവുകളും കച്ചവടക്കാർ കഴിഞ്ഞ ദിവസം മേയറെ അറിയിച്ചിരുന്നു. പാളയം മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം മേയർ വി രാജേഷും സംഘവും എത്തി പരിശോധന നടത്തി മടങ്ങിയിരുന്നു. അപ്പോഴാണ് ചില അനധികൃത നിർമ്മാണങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ കാണുന്ന സ്ഥലത്ത് ഇവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും പൊളിച്ചു നീക്കി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ആ വഴിയടക്കം മുകളിലേക്ക് കയറിപ്പോകുന്ന വഴിയടക്കം തടസ്സപ്പെടുത്തിയായിരുന്നു ഇവിടെ ചില നിർമ്മാണങ്ങൾ ഉണ്ടായിരുന്നത്. അതാണ് കോർപ്പറേഷനിലെ സ്പെഷ്യൽ സ്ക്വാഡ് എത്തി ഇപ്പോൾ പൂർണ്ണമായും പൊളിച്ച് നീക്കിയിരിക്കുന്നത്. ഇതിലെ കടന്നു വരാൻ പോലും ആളുകൾക്ക് കഴിയുമായിരുന്നില്ല. ഇവിടെ രണ്ടിടത്തായിരുന്നു കടകൾ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ചില അനധികൃത നിർമ്മാണങ്ങൾ കൂടി ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കോർപ്പറേഷൻ ഇപ്പോൾ വിലയിരുത്തുന്നത്. അത് ഏതൊക്കെയാണ് എന്ന് വിശദമായി തന്നെ പരിശോധിക്കും എന്നുള്ളതാണ് മേയർ വി രാജേഷ് വ്യക്തമാക്കുന്നത്. ഈ വരുന്ന വഴികളിൽ ഈ കാണുന്ന കെട്ടിടം സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി ഇവിടെ നിർമ്മിച്ച കെട്ടിടമാണ്. മുൻപുണ്ടായിരുന്ന പാളയം മാർക്കറ്റ് ഇതിന് പിൻവശത്തായിരുന്നു. ആ മാർക്കറ്റിലെ അന്തരീക്ഷം മൊത്തത്തിൽ മാറി. അവിടെ അങ്ങേയറ്റം വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നു മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തിയാണ് ഈ പുതിയ കെട്ടിടം നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. ഈ കെട്ടിടത്തിലേക്ക് മുകളിലുണ്ടായിരുന്ന കടകൾ മുഴുവനായി മാറിയിട്ടുണ്ട്. പക്ഷേ ആ മാറിയ കെട്ടിടം എന്ന് പറയുന്നത് കെട്ടിടത്തിൻ്റെ രൂപം ഇത്രയുമാണ്. പക്ഷേ അതിനുശേഷം അതിൻ്റെ വാടകയാണ് ഇവർ കോർപ്പറേഷന് നൽകുന്നത്. അതിനുശേഷം കടക്കാരുടെ സൗകര്യത്തിനനുസരിച്ച് കുറച്ചുകൂടി മുന്നോട്ട് നീട്ടിയെടുക്കുകയും ഷീറ്റൊക്കെ ഇട്ട് മുന്നിലേക്കുള്ള ഭാഗത്തേക്ക് കൂടി, അതായത് നടന്നു വരാനുള്ള വഴിയുടെ ഭാഗത്തേക്ക് കൂടി കടകൾ നീട്ടുകയും ചെയ്തതാണ്. അതിൽ ചിലത് അനധികൃത നിർമ്മാണമാണ്. കോർപ്പറേഷൻ്റെ അനുമതി ഇല്ലാതെയാണ് അത്തരം പ്രവർത്തനങ്ങൾ നടന്നത് എന്ന് കണ്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ശക്തമായ നടപടി കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മേയറുടെയും സെക്രട്ടറിയുടെയും നിർദ്ദേശാനുസരണം നിലവിൽ അനധികൃതമായി ഈ ഭാഗത്തുണ്ടായിരുന്ന അനധികൃത നിർമ്മാണമാണ് നമ്മൾ പൊളിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അത് ഇന്ന് പെട്ടെന്ന് എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ പ്രവൃത്തി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മേയറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പൊളിച്ചു നീക്കും എന്നുള്ള കാര്യം കടക്കാരെ അറിയിച്ചിരുന്നു. എങ്കിലും ജീവനുള്ള കോഴി അടക്കമുള്ള സാധനങ്ങൾ ഇവിടെ നിന്നും പൂർണ്ണമായും കടക്കാർ മാറ്റിയിരുന്നില്ല. അതടക്കമാണ് കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥരെത്തി ഇപ്പോൾ ഇവിടെ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത്.